കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുക എന്ന പഴമൊഴി പ്രസിദ്ധമാണ്. അതാണ് സഞ്ജു സാംസൺ അജിത് അഗാക്കറിനോട് ചെയ്തിട്ടുള്ളത്. T20 ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയതിനു ശേഷം അഗാക്കർ ഇങ്ങനെ പറഞ്ഞു: ലോകത്തിലെ നമ്പർ 1 ബാറ്റർ എന്ന പദവിയിൽ വരെ എത്തിയ ആളാണ് സഞ്ജു സാംസൺ. ലോകകപ്പിൽ സഞ്ജു ഫോം കണ്ടെത്തുമെന്ന് ആഗ്രഹിക്കുന്നു. ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഓപ്പണറായ ഇഷാൻ കിഷാനെ സ്ക്വാഡിൽ അംഗമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശുഭ്മാൻ ഗിൽ പുറത്തുപോയത്. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഞ്ജു പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്നും ഇഷാൻ കിഷാൻ പകരക്കാരനാണെന്നും അഗാക്കർ സൂചിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് മൂലം ഗില്ലിന് വിശ്രമം നൽകിയെന്നല്ല ചീഫ് സെലക്ടർ അറിയിച്ചത്. ഗിൽ ഡ്രോപ്പ് ചെയ്യപ്പെട്ടത് തന്നെയാണ്. 4 മാസങ്ങൾക്ക് മുമ്പ് ഇതേ അഗാക്കർ മറ്റൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഏഷ്യ കപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത്. അന്ന് സഞ്ജു 3 T20 സെഞ്ചുറികളുടെ തിളക്കത്തിൽ നിൽക്കുകയായിരുന്നു. ജിതേഷ് ശർമ്മ എന്ന വിക്കറ്റ് കീപ്പർക്ക് ഇന്ത്യൻ ടീമിലെ സ്ഥിരം അംഗത്വം പോലും ഇല്ലായിരുന്നു. ടീം അംഗങ്ങളുടെ പട്ടിക വായിച്ചപ്പോൾ സഞ്ജുവിൻ്റെ പേര് ഏറ്റവും അവസാനമാണ് ഉച്ചരിച്ചത്. ജിതേഷിൻ്റെ പേര് സഞ്ജുവിന് മുമ്പ് പറയുകയും ചെയ്തു. കാര്യങ്ങൾ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ഗിൽ കളിക്കാത്തത് കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് അവസരങ്ങൾ കിട്ടിയതെന്ന് അഗാക്കർ തുറന്നടിച്ചു. ഒരു സെലക്ടറും സാധാരണഗതിയിൽ പറയാത്ത തരത്തിലുള്ള നെറികെട്ട വർത്തമാനമായിരുന്നു അത്. പിന്നീട് സഞ്ജുവിന് വീഴ്ചകളുടെ കാലമായിരുന്നു. ആദ്യം ഓപ്പണിംഗ് സ്ഥാനം കൈമോശം വന്നു. പിന്നീട് ടീമിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു. ഗിൽ ഓപ്പണറായി. ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗ അണിഞ്ഞു. എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്? T20 ലോകകപ്പിനുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ ഗില്ലും ജിതേഷും ടീമിലില്ല. അഗാക്കർ സഞ്ജുവിനെ വാത്തോരാതെ പ്രശംസിക്കുന്നു. ഇതിനേക്കാൾ വലിയ കൊലമാസ് രംഗം സിനിമയിൽ പോലും കാണാനാവില്ല. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സഞ്ജു ഒരു ഹീറോ ആയി കഴിഞ്ഞിരിക്കുന്നു. പരാജിതന്റെ ശരീരഭാഷയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരിക്കേണ്ടി വന്ന അഗാക്കർ സഞ്ജുവിന്റെ ഹീറോയിസത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. ബൈബിളിൽ ഒരു വചനമുണ്ട്: നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കും. ബലിഷ്ഠഗായകനും ഉഗ്രപ്രതാപിയുമായ സാംസൺ അഗാക്കറിനെ അഹങ്കാരത്തിന്റെ ചില്ലുമേടയിൽ നിന്ന് താഴെ ഇറക്കിയിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഞ്ജുവിനുമേൽ BCCI പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച ഒരാൾക്കും ശോഭനമായ ഭാവി ഉണ്ടായിട്ടില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതിഹാസ തുല്യമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് ഋഷഭ് പന്ത്. അയാളെ തല്ലിപ്പഴിപ്പിച്ചുകൊണ്ട് T20 സൂപ്പർ സ്റ്റാർ ആക്കിയെടുക്കാനും സഞ്ജുവിനെ ഒതുക്കാനും സെലക്ടർമാർ പരമാവധി ശ്രമിച്ചു. ഇപ്പോൾ പന്ത് T20 ടീമിന്റെ റഡാറിൽ പോലും ഇല്ലാതായി. സൂര്യകുമാർ യാദവ് ഒരു കാലത്ത് T20 ക്രിക്കറ്റിലെ രാജാവായിരുന്നു. അതിൻ്റെ പേരിൽ സൂര്യയെ ഏകദിന ടീമിലേക്ക് നൂലിൽ കെട്ടിറക്കി. അന്നും സഞ്ജുവാണ് ബലി കൊടുക്കപ്പെട്ടത്. അവസാനം സൂര്യ ഏകദിന ടീമിൽ നിന്നും തഴയപ്പെട്ടു. അവസാന തീര മാത്രമാണ് ഗില്ലെന്നത്. ടെസ്റ്റിലും ഏകദിനത്തിലും നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന അയാളെ അനാവശ്യമായി T20 ഓപ്പണറുടെ വേഷം കെട്ടിച്ചു. ഒടുവിൽ ഗില്ലിന് തലകുനിച്ച് പടിയിറങ്ങേണ്ടി വന്നു. ടീം ഇന്ത്യയുടെ സെലക്ടർമാരോട് ഒന്നേ പറയാനുള്ളൂ: കളിക്കാരെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഗില്ലിനെ പോലുള്ള ഇരകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. BCCIക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ വേണം. അതുകൊണ്ടാണ് അവർ ഗില്ലിന് അനർഹമായ പിന്തുണ നൽകിയത്. എന്തുകൊണ്ടാണ് അവർ സഞ്ജുവിനെ ഒരു സൂപ്പർ സ്റ്റാറായി വളർത്തിയെടുക്കാൻ ശ്രമിക്കാത്തത്? ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള യുവതാരം തന്നെയല്ലേ സഞ്ജു സാംസൺ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന സഞ്ജുവിന്റെ ഫോട്ടോസിന് കിട്ടുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലാകും. ചെന്നൈ സൂപ്പർ കിങ്സിൽ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമിയാവാൻ സഞ്ജു ഒരുങ്ങുകയാണ്. ഗില്ലിന് നൽകിയ സപ്പോർട്ടിന്റെ 100-1 ഭാഗം മാത്രം സഞ്ജുവിന് നിങ്ങൾ കൊടുത്താൽ മതി. ഒരു സൂപ്പർ സ്റ്റാർ സ്വാഭാവികമായി ഉദയം ചെയ്യും. ഇനി വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള സമയമാണ്. ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ കളിക്കുന്നു. വിജയം കുറിച്ചുകൊണ്ട് സഞ്ജുവിൻ്റെ സിക്സർ. ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. കൗതുകരമായ ഒരു കാര്യമുണ്ട്: കുറെ കാലമായി പുറത്തിരിക്കുന്ന സഞ്ജു ലോകകപ്പ് ടീമിൽ ഇടം നേടിയിരിക്കുന്നു. സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന പലരും പുറത്തു പോവുകയും ചെയ്തു. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്: സെലക്ടർമാരുടെ വയറ് നിറക്കാൻ ബെഞ്ചിലിരിക്കുന്ന സഞ്ജു തന്നെ ധാരാളം മതി. പിന്നെ എങ്ങനെയാണ് സാറേ നിങ്ങൾ ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെ താങ്ങുന്നത്?